ഹലോ യൂട്യൂബ് ഫാമിലി, ഞാൻ ഇന്ന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് വീഡിയോ കാണുക കേട്ടോ. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ യൂട്യൂബ് ഫാമിലി, എൻ്റെ സോൾ ട്രൈബ്, ഇവരെന്താണ് ഇവരുടെ പേഴ്സണെ കുറിച്ചിട്ട് അറിയേണ്ടത്, എന്താണ് ഇവരുടെ പേഴ്സൺ ഇവരോടുള്ള ഫീലിങ്സ്, ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ്. ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ടവർ വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ്. ഓക്കെ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്. ഫൈൻ. ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഓവറോൾ എനർജി ചേഞ്ച് ആവുന്നുണ്ട്, ഞാൻ അറിയുന്നില്ല, നോക്കട്ടെ. എന്തായാലും ഹെർമിറ്റിന്റെ ക്ലാരിഫിക്കേഷൻ, 6 ഓഫ് കപ്സ്, ടവറിന്റെ ക്ലാരിഫിക്കേഷൻ, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ഹൈ പ്രീസ്റ്റസിന്റെ ക്ലാരിഫിക്കേഷൻ, 6 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ, പേജ് ഓഫ് വാണ്ട്സ്, 6 ഓഫ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ, 2 of wands, knight of pentacles in the clarification, sun, 6 of wands in the clarification, 4 of wands, page of wands in the clarification, 5 of wands. ഇവിടെ എന്താണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ റീഡിങ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് റീഡിങ്സ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയാറ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ വലിച്ചു നീട്ടുന്ന ഒട്ടും ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഞാൻ പറയുന്നു. ഒരുപാട് പേരുള്ളത് കൊണ്ട് എന്തായാലും ഈ വീഡിയോ ആരുടെ എനർജി ആണോ അത് പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആവും. ഇപ്പം നിങ്ങൾ ആരെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ എനർജിയുടെ കണക്ഷൻ എത്രത്തോളം പ്രോപ്പർ ആകും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റീഡിംഗ് എടുക്കുന്നത് വളരെ ടൈം എടുത്തിട്ടാണ്. ഇപ്പം ഇങ്ങനെ ഫീലിങ്സ് നോക്കുമ്പോൾ പേഴ്സണലായിട്ട് വരുമ്പോൾ ഒരു 15 to 20 മിനിറ്റ്സ് ഞാൻ ഫീലിങ്സ് ചെക്ക് ചെയ്യാറുണ്ട്. കാര്യം ഒറ്റ കാർഡിൽ എനിക്ക് ഒരാടെ മനസ്സിലിരിപ്പ് എന്താന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഞാനൊരു 10-20-25 കാർഡ്സ് എടുത്തിട്ടാണ് ഫീലിങ്സ് നോക്കി പറയുന്നത്. അതുകൊണ്ടാണ് സമയം കൂടുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ നല്ലപോലെ റെഫർ ചെയ്യും കേട്ടോ. റെഫർ ചെയ്തിട്ടും കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ഈ കാർഡ്സ് എന്ന് വെച്ചാൽ ഒരു ഡെക്കിൽ 78 കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സിന് പല മീനിങ്സ് ഉണ്ട്. അത് തന്നെ റിവേഴ്സലിന്റെ മീനിങ്സ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ തന്നെ റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ്, ഹെൽത്ത്, ഇതിൻ്റെയൊക്കെ അപ്രൈറ്റും റിവേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-500 മീനിങ്സ് ഈ കാർഡ്സിനെല്ലാം കൂടെ ഉണ്ട്. അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുന്ന ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് ചില സിറ്റുവേഷൻസിൽ മാത്രം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട്, ആർട്ടിക്കിൾസ് നോക്കാറുണ്ട്. സോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റീഡിങ് പറയാറ്. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് റീഡിങ് പേഴ്സണലായിട്ട് വരുമ്പോൾ കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെടാറ്. പെട്ടെന്ന് എന്തെങ്കിലും പറയുക അങ്ങനെയല്ല. ഇവിടെയും പെട്ടെന്ന് എന്തോ പറയുന്നതല്ല. ഇവിടെ സ്ട്രോങ് ആയിട്ട് എൻ്റെ ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അവിടെ ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റെഫറും ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ മാത്രം കേട്ടോ. ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. യെസ്. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് ഹെർമിറ്റ് വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാർഡ്സ് കാണണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് കാർഡ്സ് ഞാനൊന്ന് കാണിക്കാം. ഹെർമിറ്റ് കണ്ട, ഹെർമിറ്റ്, 6 ഓഫ് കപ്സ്, അതിൻ്റെ കൂടെ വന്നേക്കുന്നത് ഇറ്റ്സ് 2 ഓഫ് വാണ്ട്സ്. സോ ബേസിക്കലി നമുക്കിവിടെ ഓവറോൾ എനർജി വന്നേക്കുന്നത് പേജ് ഓഫ് സ്വാർഡ്സ് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കാളും പ്രായം ഒരുപക്ഷെ കുറച്ചധികം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രായം കുറച്ചധികം കൂടാനുള്ള സാധ്യതയുണ്ട്. ഏജ് ഗ്യാപ്പ് ഇസ് എ മാറ്റർ ഹിയർ കേട്ടോ. കാര്യം ആ വ്യക്തിക്ക് പ്രായം കൂടുതലാണെങ്കിലും ശരി, ആ വ്യക്തിക്ക് പ്രായം കുറവാണെങ്കിലും ശരി, ആ വ്യക്തിക്ക് പക്വത വളരെ കുറവാണ്. എനിക്ക് അങ്ങനെയാണ് ഈ കാർഡ്സ് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കാര്യം അറിയണമെന്ന് നല്ല ത്വരയുണ്ട്. അവരെ മിണ്ടാതിരുന്നോ അവർ മിണ്ടിക്കോട്ടെ. എന്താന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പം എങ്ങനെയാ ഇരിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒക്കെ അറിയാൻ നല്ല ആവേശത്തിലാണ് അവരിയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് എന്തോ ഈ റിലേഷൻഷിപ്പിൽ ഒരു വിഷമം സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
കണ്ടോ, ഇവിടെ വിഷമം സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാനുള്ള സാധ്യത. ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ എന്നാലും എക്സ്ട്രാ മാരിറ്റൽ ആവാൻ, അതായത് ഇങ്ങനെ ഒരു വിധത്തിലും എന്തൊക്കെ ചെയ്താലും ഫാമിലി സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇതില് സമ്മതിക്കാണ്ടിരിക്കുക. കേട്ടോ, ഒരാൾ ഡിവോഴ്സ്ഡ്, അടുത്ത ആൾ ഡിവോഴ്സ് അല്ല, ഫസ്റ്റ് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് കുട്ടികളുണ്ട്, അടുത്ത ആൾക്കും കുട്ടികളുണ്ട്. അങ്ങനെ ഇതിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ഒരാൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെടുക, അടുത്ത ആൾ, അങ്ങനെ ഒരു ബാലൻസ് ഇല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെ ആവണം എന്നില്ല, അവരുടെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റി ഡോങ്കി മങ്കി കുറേ പേര് ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മ ആരെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ സോൾ സെർച്ചിങ്ങിലാണ്. അവരിതെന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റി കുറച്ച് അധികം അവർ ചിന്തിക്കുന്നുണ്ട്. അവർ നല്ല രീതിക്ക് അവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം, അവരുടെ ഒരു എന്താ പറയുക തേർഡ് ഐ ചക്ര ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ്. ബോധോദയം ഉണ്ടാവാനുള്ള ഒരു യാത്രയിലാണ് അവരൊരിക്കലും തടയരുത്, അവർക്ക് ബോധം ഉണ്ടാവട്ടെ കേട്ടോ. വലിയ വലിയ നല്ല കാര്യം. ഇത് വരാത്ത ആൾക്കാർക്കാണ് ഞാൻ വഴിപാടുകളും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്, ബുദ്ധി വരാൻ കേട്ടോ. അവർക്കൊരു തോട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ എനിക്ക് കാണുന്ന 6 ഓഫ് കപ്സ്, അവർ നിങ്ങളുടെ കാര്യങ്ങൾ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട്, നല്ല നൊസ്റ്റാൾജിയ അവർക്ക് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാര്യം അപ്പുറത്തെ സൈഡിൽ മറ്റെന്തോ ഉണ്ട്, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് എന്തോ ഒരു വലിയൊരു മാറ്റം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. എന്താണ് ആ മാറ്റം? ആ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇത്രയും കാലം കാര്യങ്ങൾ പറയാനോ പെരുമാറാനോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു അവരെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് വരുന്നു എന്നുള്ളതാണ്. അതാണ് മാറ്റം കേട്ടോ. പക്ഷെ അത് പെട്ടെന്നൊന്നും വരത്തില്ല, വളരെ പതുക്കെ അവർക്കൊരു മാറ്റം വരുന്നുണ്ട്. പക്ഷെ അത് വളരെ പതിയെ വരുന്നതായിട്ടാണ്. നിങ്ങളുടെ അടുത്തേക്ക് മൂവിങ് എനർജിയാണ്, പക്ഷെ വളരെ പതുക്കെ. ഞാനിത് എക്സ്ട്രാ മറിറ്റൽ ആൾക്കാരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എക്സ്ട്രാ മറിറ്റൽ അഫെയർ ഈസ് സംതിങ് റോങ് അല്ലേ, നമുക്കറിയാം, നമുക്ക് പറ്റിപ്പോയതാണ്. പക്ഷെ എക്സ്ട്രാ മറിറ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനഃപൂർവ്വം ആ ബന്ധം നശിപ്പിക്കാൻ പോകുന്നതല്ല. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളവർക്ക് എക്സ്ട്രാ മറിറ്റൽ അഫെയർ വന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യല്ല, ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. 2 എക്സ്ട്രാ മറിറ്റൽ അഫെയർ ഉള്ളത് കൊണ്ട് യൂണിവേഴ്സിന്റെ ബാക്ക് ഫയറിംഗ് ഉണ്ടാവും. അതിന്റെ ശിക്ഷയായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് കരിയർ അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് കാര്യമായിട്ട് വരും ഒരാൾക്കെങ്കിലും. 2, നിങ്ങൾക്ക് കോടതി കേസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഈ 2 കാര്യങ്ങളും അറിഞ്ഞിട്ട് മാത്രം മുന്നോട്ട് പോവുക കേട്ടോ. പിന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, അറിയാണ്ടല്ല, നിങ്ങൾക്ക് തടയാനേ പറ്റാണ്ട രീതിയിൽ കേട്ടോ എക്സ്ട്രാ മറിറ്റൽ അഫെയർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയാണ്. കാര്യം നിങ്ങളുടെ അടുത്ത് അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് പതിയെ വരുന്നൊരവസ്ഥ. ഇവിടെ ഇപ്പോൾ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ മൂടിക്കിടക്കുന്നുണ്ട്. നോക്കട്ടെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ. അവർ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേട്ടോ. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഓൺ ആൻഡ് ഓഫ് വരുന്നതെന്ന് നിങ്ങൾക്കൊരു കാരണവശാലും ചിലപ്പോൾ മനസ്സിലാവില്ല. ചിലപ്പോൾ അവർ മൊത്തം കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളായിരിക്കില്ല കേട്ടോ. അങ്ങനെ കാണുന്നു. ചിലപ്പോൾ ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാം കേട്ടോ. അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ മാരീഡ് ആയിരിക്കാം, അവർ അതിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ അവർ കുറച്ചധികം ഫാമിലിയെ കൺസേൺ ഉള്ള ആളായിരിക്കാം, ഫാമിലി കൺസിഡറേഷൻസ് കൂടുതൽ ഉണ്ടാവാം, അതുകൊണ്ടും വരാം. ഇവിടെ നൈറ്റ് ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നില്ല. വരണം എന്നുള്ള ഒരു ആവേശം മാത്രമേ ഉള്ളൂ, ഒരു പ്രാവർത്തികമാക്കണ്ടേ. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നില്ല. ഇവിടെ ഒരാൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ. ഒരാൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു, വളരെ സ്ട്രെസ് അനുഭവിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ട്, ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ പണി നടക്കുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 5 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാർമിക് സിറ്റുവേഷനിലാവാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ
മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കാണുന്നത് അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേട്ടോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ സ്നേഹം ഒരിച്ചിരി കുറവാണ് എന്ന് വേണം പറയാൻ. നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ഇതുണ്ട്, പക്ഷെ സ്നേഹമുണ്ട്, കുറവാണ്. ഇവിടെ നിങ്ങളിലൊരു സന്തോഷമുണ്ട്, എല്ലാം ശരിയാണ്, പക്ഷെ അതൊക്കെ പാസ്റ്റാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ, അവർക്കൊരു മാറ്റം വരും എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ നിലവിലത്തെ അവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കിത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നു. എന്തോ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ പോലും ഒരു ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന അവസ്ഥ ഒക്കെ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക കേട്ടോ, റിലേഷൻഷിപ്പ് നല്ലതാക്കുന്ന രീതിയിൽ. അതുപോലെ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷനിൽ തന്നെ ത്രോട്ടല്ല, അവർ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ത്രോട്ട് ചക്ര നിങ്ങളും ചെയ്യാം. നിങ്ങളുമായിട്ട് അവർക്കൊരു ടെലിപ്പതിക് കണക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് അവരും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൂടെ ഹീലാവും. അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ചക്ര, സേക്രൽ ചക്ര, ഹാർട്ട് ചക്ര, മിണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ത്രോട്ട് ചക്ര മെഡിറ്റേഷനും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ അയച്ചു തരുന്നുണ്ടാവും. എങ്കിലും ചെറിയ തോതിലൊന്ന് പറയാം. നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ 7 days കഴിഞ്ഞിട്ട് കേട്ടോ, ആ സമയത്തേക്ക്, അതായത് 7 days കഴിഞ്ഞാൽ ഉടനെ സ്ലോട്ട് ഉണ്ടാവും. 8th day അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ തരാൻ നോക്കാറുണ്ട്. 7th day ഉണ്ടെങ്കിൽ 7th day അല്ലെങ്കിൽ 8th day ആണ് തരാറ്. സോ സാറ്റർഡേ സൺഡേസ് ഞാൻ ഓഫാണ്. ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്താൽ മാത്രമേ ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളൂ. മാക്സിമം എനിക്ക് റെസ്റ്റ് വേണ്ടേ, ഓഫ് ഇടുന്ന സമയമാണ്. അതല്ലാണ്ട് ആഫ്റ്റർ 7 days നിങ്ങൾക്ക് സ്ലോട്ട്സ് അവൈലബിൾ ആണ്. നിലവിൽ ഞാൻ ഹാഫ് ആൻ അവറിന് 500 ആണ് ബുക്കിംഗ് ചാർജ് വരുന്നത്. 1 hour ആണെങ്കിൽ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ 1 hourന് 1000 ആണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അതല്ല അർജൻറ്റായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, അർജൻറ്റായിട്ട് റെമഡീസ് വേണം, അർജൻറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർജൻറ്റ് സ്ലോട്ട് ബുക്കിംഗ് അവൈലബിൾ ആണ്. അർജൻറ്റ് സ്ലോട്ട് എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് ഒരു ഇച്ചിരി കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റീഡിങ് അവൈലബിൾ ആക്കും. ഞാൻ ആരുടെയെങ്കിലും നോർമൽ സ്ലോട്ടുകാരെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ബുക്കിംഗ് ഇച്ചിരി മാറ്റിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആക്കി തരും. കാര്യം അർജൻറ്റ് ആയതുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വോയിസ് റീഡിങ് അവൈലബിൾ ആണ്, അതായത് ഞാൻ വിളിച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. അതല്ലാണ്ട് വോയിസ് റീഡിംഗ് ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ ഫോട്ടോയും നിങ്ങളുടെ പേഴ്സൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ പേര് ചേർത്തിട്ടുള്ള 2 പേരുടെയും മുഴുവൻ പേരും അതുപോലെ ബർത്ത്ഡേയും ഒക്കെ അയച്ചു തന്നാൽ വോയിസ് റീഡിംഗ് ആയിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റും. അതാകുമ്പോൾ 5 minute എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾക്ക് 250 ആണ് ചാർജ് വരുന്നത്. അതല്ല 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 minute റീഡിംഗ് അവൈലബിൾ ആണ് 500. അതല്ല 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 20 minute അവൈലബിൾ ആണ്. അവിടെ റെമഡീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടാവും. അതിന് 750 ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലായിട്ട് വരുന്ന ചാർജസ്. അതല്ലാതെ എന്തെങ്കിലും സ്പെല്ലോ മറ്റ് റിച്വൽസിൻ്റെയോ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു ബ്രോഷർ അയച്ചു തരുന്നുണ്ടാവും. ആ ഒരു ബ്രോഷറിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വരാണ്ടിരിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. എനിവേസ് ബൈ.